നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകയിരം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് വർഷഫലം, അതായത് 2025 സെപ്റ്റംബർ 1 മുതൽ 2026 ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ഓരോരോ മാസം തിരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ മാനസിക സംഘർഷം ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും നിർദ്ദേശങ്ങൾ ഇതിന് സഹായകമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ മാസം സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ അത് അവരോട് നിങ്ങൾ പറയുവാൻ മടിക്കരുത്. നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലൊക്കെ ദുഷ്കീർത്തിയൊക്കെ നിഷ്പ്രഭാവമാകുന്നതാണ്. കാരണം നിങ്ങളെ ദുഷ്കീർത്തിയിലൂടെ ചില ശത്രുക്കളെ പെടുത്താൻ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയും നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും അങ്ങനെ ആ ദുഷ്കീർത്തിയൊക്കെ മാറുന്നതുമാണ്. നിങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തില് സാഹസ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്മാറണം. കാരണം ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള ഇടപാടുകളൊന്നും ഈ സെപ്റ്റംബർ മാസം ചെയ്യുവാൻ പാടില്ല. കാരണം അതിന്റെ പ്രതിഫലം ഒരു കുറച്ചു കാലത്തേക്ക് ലഭിക്കാനുള്ള ഇട കാണുന്നില്ല. അതുകൊണ്ട് പണം മുടക്കിയുള്ള പ്രവർത്തികളിൽ നിന്ന് പിന്മാറുന്നതാണ് ഈ സെപ്റ്റംബർ മാസം ഉചിതം. സ്വന്തം ചുമതലകള് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് മാറി നിൽക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കൊക്കെ നിങ്ങൾ വിധേയനാകുമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ആ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഈ ഫലങ്ങൾ കൂടാതെ പഠന വിഷയത്തിലെ ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 1, 7, 14, 17 തീയതികൾ നിങ്ങൾക്ക് ഉചിതമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ശിവ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സെപ്റ്റംബർ മാസത്തിൽ ഉചിതമാണ്. ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ ഉന്നതർ തുടങ്ങുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണ ചുമതല നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം ഉണ്ടാവുന്നതാണ്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾക്കായിട്ടും പലപ്പോഴും യാത്രകൾ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നുണ്ട്. പഴയ ഭവനമൊക്കെ വിൽപ്പന നടത്തി മറ്റൊരു ഭവനം വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് വാഹന ഉപയോഗം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനത്തിന്റെ അമിതമായ വേഗതയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ചിലവേറിയ അപകടങ്ങൾ നിങ്ങളെ ഈ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങളും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുകയും വിജയപ്രതീക്ഷകൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ്. തൊഴിൽ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഈ മാസം കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു പുരോഗതി കാണുന്നുണ്ട്. ശമ്പള വർധനവൊക്കെ മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ഉള്ളവർക്ക് അവിടെ സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകുന്നതാണ്. വിദേശത്തേക്കൊക്കെ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് സഫലമാകുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് സഫലമാകുന്നതാണ്. ഒക്ടോബർ ഒരു പകുതിയോടുകൂടി ഈ മകയിരം നക്ഷത്രക്കാർക്ക് ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് പ്രയത്നിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്.
പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വളരെ നല്ലൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒക്ടോബർ 2, 7, 8, 12, 14, 26 തീയതികൾ വളരെ ശുഭകരമാണ്. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. നവംബർ മാസത്തിലെ മകയിരം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ വളരെ പ്രായം ചെന്ന മകയിരം നക്ഷത്രക്കാർക്കൊക്കെ മക്കളുടെ സംരക്ഷണം നിങ്ങൾക്ക് നന്നായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദിയെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായിട്ടും ഉത്സാഹത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. വ്യക്തിവികസനത്തിന് നിങ്ങൾ സ്വയം തയ്യാറാകുന്നതാണ്. അതുവഴി സത്കീർത്തിയും സജ്ജനപ്രീതിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ നവംബർ മാസവും നിങ്ങൾ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വാഹന ഉപയോഗമൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അനുഭവിക്കേണ്ടേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എങ്കിലും ചില ദോഷങ്ങൾ നമുക്ക് പ്രാർത്ഥന കൊണ്ടും പൂജകൾ കൊണ്ടും നമ്മളുടെ ശ്രദ്ധ കൊണ്ടും ഒക്കെ മാറ്റിക്കളയാവുന്നതാണ്. കണ്ണെ കൊള്ളേണ്ടത് പുരുകത്തെ തട്ടി പോകുക എന്ന് പൂർവികന്മാര് പറയുന്നതിന്റെ കാരണങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. കാർഷിക മേഖലയിലുള്ളവരൊക്കെ പുതിയ ആശയങ്ങൾ അവലംബിച്ചുകൊണ്ട് അത് പ്രവർത്തന തലത്തിലേക്ക് എത്തിക്കുവാൻ അവസരം ഉണ്ടാവുന്നതാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുകൂല സാഹചര്യങ്ങൾക്കും നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. കാർഷിക മേഖലയിലുള്ളവർക്ക് നവംബർ മാസം വളരെ അനുയോജ്യമായ ഒരു മാസമാണ്. നിങ്ങളുടെ കാർഷിക വിളകളൊക്കെ നന്നായിട്ട് പരിപാലിക്കുവാനും അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനും ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രായോഗികവും ആധുനികവുമായിട്ടുള്ള സംവിധാനം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിലുപരി വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ വിവാഹമാകാതിരിക്കുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാള് കടന്നു വരുന്നതാണ്. പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ്. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ്. നവംബർ 7, 12, 15, 20, 21, 22 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മകയിരം നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം കുറവുള്ളതിനാൽ ചില ജോലികളിലൊക്കെ ഉള്ളവർ അത് രാജിവെച്ചാലോ എന്നുള്ള ഒരു തോന്നലുണ്ടാകും. എന്നാൽ ആ തോന്നൽ നിങ്ങൾക്ക് ഉചിതമാണെങ്കിൽ മാത്രം പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങളുടെ സുതാര്യതയുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയമൊക്കെ നേടുന്നുണ്ട്. ഏറെക്കുറെ പൂർത്തീകരിച്ച ഭവനത്തില് ഗൃഹപ്രവേശമൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവുന്നതാണ്. സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നുമൊക്കെ അനുമോദനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജോലിയിലാണെങ്കിൽ ആ ജോലി രാജിവെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് പലവട്ടം ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ, സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർ ചില ബിസിനസ്സുകളൊക്കെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം നിങ്ങൾക്ക് ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ട്. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പോകേണ്ട ഒരു സമയമാണ്. എല്ലാത്തിനെയും നിങ്ങൾ വളരെ നിരീക്ഷിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ശാസ്താവിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവസ്ഥകൾ പാലിച്ചു ചെയ്യുന്ന കാര്യത്തില് ജീവിത പങ്കാളിയുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ആശയങ്ങൾ അവലംബിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിനാൽ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ജനുവരി ഒരു പകുതിയോടുകൂടി അസുഖങ്ങൾ ഉണ്ടാകുമോ എന്ന ചിന്തകൾ ഉണ്ടാകുമെങ്കിലും എന്നാൽ അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോവുകയും കൂടാതെ ആരോഗ്യപരമായിട്ട് പിന്നോക്കം നിന്നവരുടെ ആരോഗ്യമൊക്കെ വളരെ നന്നാവുന്നതുമാണ്. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഒക്കെ സ്വഭാവം അനുസരിച്ച് ജനുവരി മാസം നിങ്ങൾക്ക് വളരെയേറെ തിരക്കുള്ള ഒരു സമയമായിരിക്കും. ഇതെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അടിത്തറയാവുന്നതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചാലും അത് ചെയ്യുക. കാരണം
മുന്നോട്ടുള്ള ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അത് കൂടുതൽ സഹായകരമാകുന്നു. നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തുന്നതാണ്. ജനുവരി മാസം ഈ മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിലുള്ള ചില ജോലി തിരക്കുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. മേലുദ്യോഗസ്ഥര് ഇല്ലാത്തതിനാലും സഹപ്രവർത്തകര് പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടതിനാലും അവധിയിലായതിനാലും ഒക്കെ ആ ജോലികളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ജോലിഭാരം നിങ്ങൾക്ക് കൂടുന്നുണ്ട്. ബിസിനസ്സിലായാലും ചില ആളുകളൊക്കെ ചില വർക്കേഴ്സ് ഒക്കെ നിങ്ങളെ വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തേണ്ടതാണ്. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ പൂർവിക സ്വത്തോ ഒക്കെ വാങ്ങുവാനുള്ള സാഹചര്യം കാണുന്നു. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് വളരെ ഉയർന്ന പദവിയിൽ ഒരു ഉദ്യോഗം ലഭിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് അത് ലഭിക്കുന്നതാണ്. അത് താങ്കൾ മൂലമാവാനാണ് കൂടുതൽ സാധ്യത. അതിൽ താങ്കൾക്ക് അഭിമാനം തോന്നുന്നതാണ്. ഫെബ്രുവരി മാസത്തില് മുഴുവനായി എടുക്കുകയാണെങ്കിൽ മകയിരം നക്ഷത്രക്കാർക്ക് ജോലിഭാരം കൂടുമെങ്കിലും സാമ്പത്തികമായിട്ടും മറ്റുമുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠന വിഷയങ്ങളിലൊക്കെ ഉപരിപഠനത്തിനൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് ഫെബ്രുവരി മാസം. എല്ലാം അനുകൂലമായിട്ടാണ് പോകുന്നത്. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഫെബ്രുവരി 1, 7, 12, 25 തീയതികൾ വളരെ ശുഭകരമാണ്. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയോടനുബന്ധമായിട്ട് മാതാപിതാക്കളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. മാതാപിതാക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട്. നിങ്ങൾ ചെലവുകളൊക്കെ നിയന്ത്രിക്കുന്നതിനാല് പണം ബാക്കിയിരിപ്പ് ഉണ്ടാവുന്നതാണ്. അന്യരുടെ വിഷമ അവസ്ഥകൾക്കൊക്കെ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യം ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ നിർവഹിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാർച്ച് 1, 7, 9, 12 തീയതികൾ വളരെ ശുഭകരമാണ്. ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ മകയിരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ പഠിച്ച വിദ്യയോടനുബന്ധിച്ച് ഉദ്യോഗത്തിനൊക്കെ നിയമന അനുമതി ലഭിക്കുന്നതാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. വിദേശ ജോലിക്കൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷകളൊക്കെ എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താല് ബൃഹത് പദ്ധതികളൊക്കെ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുവാൻ ഇടയുണ്ട്. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു മാസമെന്ന് തന്നെ ഏപ്രിൽ മാസത്തിനെ പറയാം. കാരണം ഉല്ലാസ യാത്രകളൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ മകയിരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ നേതൃത്വം നൽകി നിങ്ങളുടെ നാട്ടില് നിങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പദ്ധതികൾക്കൊക്കെ നേതൃത്വം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ദുശീലങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. നീക്കിയിരിപ്പൊക്കെ ഒരുപാടുണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് കടം വാങ്ങിയ സംഖ്യയൊക്കെ തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുന്ന സംഖ്യയൊക്കെ തിരിച്ചു ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ്. പ്രവർത്തന മേഖലയിൽ പുരോഗതിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാവുന്നതാണ്. വ്യവസായങ്ങളിലൊക്കെ വളരെയധികം അവസരം ഉണ്ടാവുന്നതാണ്. ഉത്തരവാദിത്തത്തോടെയുള്ള സമീപനത്തില് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതാണ്. മകയിരം നക്ഷത്രക്കാരുടെ മെയ് മാസവും വളരെ നല്ലൊരു മാസമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഒന്നു ചേരുന്നതാണ്. അത് പിണങ്ങിയായിരുന്നാലും അകന്ന് ജോലിയുടെ ആവശ്യപ്രകാരം അകന്നു കഴിയുന്നവരാണെങ്കിലും അടുത്ത് കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗമൊക്കെ അതിനനുസരിച്ച് മാറ്റമുണ്ടാകുന്നതാണ്. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കുന്നുണ്ട്. മനസ്സിനൊരു സമാധാനത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. കുടുംബജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപരവുമാകും. സാമ്പത്തിക മേഖല മെച്ചപ്പെടുന്നതാണ്. കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു മാസമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഈ മാസം വരുന്നില്ല എന്നുള്ളതാണ്. ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ഉദ്ദേശിച്ച കോഴ്സുകൾക്കൊക്കെ പ്രവേശനം ലഭിക്കുന്നതൊക്കെയാണ്.
വികസിത രാഷ്ട്രത്തിലേക്കൊക്കെ സ്ഥിരതാമസമാക്കാനൊക്കെയുള്ള അനുമതിയൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എല്ലാ അപേക്ഷകൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഉദ്യോഗത്തോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകായിക രംഗത്തുള്ളവർക്കും ഒക്കെ വളരെ നല്ലൊരു സമയമാണ്. കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവുന്നതാണ്. 2025-26 വർഷത്തെ ഫലം പറയുമ്പോൾ, അല്ലെങ്കിൽ 1201 ആണ്ട് വർഷത്തെ ഫലം പറയുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് വളരെ മേന്മേറിയ ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോകണം. നമ്മളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സർവ്വമംഗളങ്ങളും നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.